അങ്ങനെ ഞാൻ കുവൈത്തിൽ വന്നിട്ട് 12 ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുവൈത്ത് അത്രയും എക്സ്പെൻസീവ് അല്ല, കുവൈത്ത് ചീപ്പാണ്, അതുപോലെ തന്നെ കുവൈത്ത് അത്രയും അപ്ഡേറ്റഡ് അല്ല എന്നുള്ളത്. സോ ഞാനൊരു മലയാളിയാണ്, അപ്പോൾ എനിക്ക് കുവൈത്തിലേക്ക് വരണമെങ്കിൽ എന്തായാലും കുവൈത്തിന്റെ പെർമിഷൻ വേണം. പെർമിഷൻ കൊടുക്കുക എന്നുള്ളതാണ് വിസിറ്റിംഗ് വിസ കൊടുക്കുന്നത്. ഒരു ടൂറിസ്റ്റ് ആയിട്ട് വരുമ്പോൾ ടൂറിസ്റ്റ് വിസ ഉണ്ട്. ആക്ച്വലി ആ ടൂറിസ്റ്റ് വിസ കിട്ടുക എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ സിമ്പിൾ അല്ല. സോ അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് വരിക എന്ന് പറഞ്ഞ പ്രോസസ്സ് പോലും കുറച്ച് ഫോർമാലിറ്റീസ് ഉള്ളതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുവൈത്ത് ടൂറിസ്റ്റിന് അത്രയും ആക്സസ് ചെയ്യുന്നില്ല. നമ്മൾ UAE നോക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതുപോലെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും കൊടുത്തു കഴിഞ്ഞാൽ, ട്രാവൽസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞ് നാളെ എനിക്ക് അതിൻ്റെ വിസിറ്റിംഗ് വിസ അപ്രൂവൽ കിട്ടും. ബട്ട് കുവൈത്തിൽ ആ ഒരു സിസ്റ്റം അല്ല വരുന്നത്. അതിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സ്റ്റേ നോക്കുന്ന സമയത്ത് നമ്മളൊരു സിംഗിൾ റൂമും അതുപോലെ തന്നെ ഒരു കിച്ചൺ, ഒരു ബാത്റൂം ഒക്കെ ഉള്ളത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് 100 ദിനാർ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് UAE വരുന്ന സമയത്ത് 1800-2000 ദിറംസ് ആണ് ഈ സെയിം റൂമിന് സ്റ്റാർട്ടിങ് വരുന്നത്. ഞാനൊരു UAE ഉണ്ടായ ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് ഞാൻ UAE ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുവൈത്ത് ആക്ച്വലി ചീപ്പാന്നുള്ളത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 250 ml 7up ടിൻ എടുക്കുക. അതിന് ഇന്ത്യയിൽ വരുന്നത് 30 രൂപയാണ്. നേരെ മറിച്ചത് UAE വരുന്ന സമയത്ത് 3 ദിറംസ് ആണ്, അതായത് നാട്ടിലെ 72 റുപ്പീസ് എങ്ങാനും വരും. അതേപോലെ കുവൈത്തിൽ വരികയാണെങ്കിൽ നമുക്ക് 95 ഫിൽസ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അതായത് ഒരു 26 രൂപ മുതൽ 27 രൂപ മുതൽ നമുക്കത് സ്റ്റാർട്ടിംഗ് ആണ്. അതുപോലെ തന്നെ പെട്രോള്, ഗ്യാസ്, പലചരക്ക് സാധനങ്ങൾക്കും കുവൈത്തിനെ നോക്കുന്ന സമയത്ത് എക്സ്പെൻസ് കുറവാണ്. അതുപോലെ തന്നെ ട്രാഫിക് സിസ്റ്റം ഒരുപാട് അപ്ഡേറ്റഡ് അല്ല, കാരണം റോഡുകളൊക്കെ ഭയങ്കര മോശമാണ്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന് മെട്രോ എന്ന് പറഞ്ഞ സിസ്റ്റം ഒന്നും ആക്ച്വലി കുവൈത്തിൽ വന്നിട്ടില്ല. സോ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ കുവൈത്ത് ചീപ്പാണെന്നും കുവൈത്ത് അത്ര അപ്ഡേറ്റഡ് അല്ല എന്നുള്ളതൊക്കെ പറഞ്ഞത്.